സഭയുടെ ആത്മീയ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രാചിത്വം, പരിത്യാഗം, പ്രാർത്ഥന. അവരുടെ അനാരോഗ്യത്തിൽ നിന്നുള്ളൊരു ഉണർവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ മരുന്നാണ്. ശരീരം തളർന്നാലും അവരെ മനസ്സ് തളരാതെ സമൂഹം ഒരുമിച്ച് ചേരുമ്പോഴാണ് കരിസ്മാറ്റിക് എന്തായി മാറുള്ളൂ, ആത്മീയ ചൈതന്യമായിട്ട് വരുള്ളൂ. സഹനം എപ്പോഴും അനുഗ്രഹമായി കാണുവാൻ കഴിയുമ്പോഴാണ് ദൈവകൃപയുണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പുനർജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒല്ലൂര് റെയിൽവേ ഗേറ്റിനടുത്തും കല്ലൂര് ഭരതമലയിലുമാണ് നമ്മുടെ 2 ആശ്രമം ഉള്ളത്. ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയത് ഇങ്ങനെയുള്ള ഈ മക്കളെ സമൂഹത്തിലേക്ക് വീണ്ടും റിക്കവറാക്കി എടുക്കുക. അത് ആത്മീയമായിട്ടും അവരുടെ ശാരീരികമായിട്ടും. അവർ ശരീരം തളർന്നാലും അവരുടെ മനസ്സ് തളരാതെ സമൂഹത്തിലേക്ക് പ്രകാശമാക്കി മാറ്റുക. അവരുടെ സഹനത്തെ ആരോഗ്യമുള്ളവരെക്കാളും ബലമുള്ള ആത്മീയ മേഖലകളിലേക്ക്, ഇതുപോലെ ഇപ്പോൾ മിഷൻ മേഖലകളിലേക്ക്, ഇതുപോലെ ഇവരെ നോർത്ത് ഇന്ത്യയിലേക്ക്, നാഗാലാൻഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, പല സ്ഥലങ്ങളിലേക്കും ഇയർലി 2 തവണയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകും, വീൽ ചെയർ അടക്കം. അപ്പോൾ മാറ്റം എന്ന് വെച്ചെങ്കിൽ ഇവരിലൂടെ സമൂഹത്തിനൊരു മോട്ടിവേഷൻ കിട്ടുന്നു. ഒപ്പം അതിലുപരി ഇവരുടെ ജീവിതത്തിൽ ഇവർ സഹനത്തെക്കാൾ അപ്പുറത്ത് അനുഗ്രഹമായി കാണാൻ കഴിയുന്നു. അവിടുത്തെ പരിശീലനം മൊത്തം സഭയുടെ ആത്മീയ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിലെ സഹനങ്ങൾക്ക് അപ്പുറത്ത് ഇവരിനെ സമൂഹത്തിൽ മിഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ദേശത്തുള്ള വൈവിധ്യമാർന്ന സഹനങ്ങളെ പങ്കുവെച്ചു കൊടുക്കുകയും അതിനുവേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവരെ രോഗങ്ങൾക്ക് അപ്പുറത്ത് യാത്ര ചെയ്യുവാനും അനുഭവത്തിലാവാനും ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ ഇവരെ അവിടെ പ്രാചിത്വത്തോടെ പരിത്താണ്. ഇപ്പം ഞാൻ ചാക്കോസ്റ്റർ ഇട്ടിരിക്കുന്നത് എല്ലാവരും അപൂർവമായിട്ട് ചോദിക്കും, ഇപ്പം നല്ല ചൂടാണ് കാര്യങ്ങളാണ് അല്ലേ. എന്നാൽ 6 വർഷത്തോളമായി, കൊറോണ വന്ന കാലം കൊണ്ട് തുടങ്ങിയതാണ്. ഞാൻ പലവിധ പരിത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ പല പരിത്യാഗങ്ങളും പ്രാചിത്വത്തോടും പരിത്യാഗത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുമ്പോൾ സമൂഹത്തിൽ മറ്റുള്ള എന്ത് സന്തോഷത്തെക്കാളും ഉപരി ആത്മീയമായിട്ട് ഈ മക്കളിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നു. അതിനാലാണ് ഈ പരിത്യാഗം ചെയ്യുന്നത്. അപ്പോൾ കൊറോണ കാലത്ത് 2 ആശ്രമമുള്ള ഞാൻ സമൂഹമൊക്കെ പതറി നിൽക്കുമ്പോഴും തെരുവിൽ ഭക്ഷണം കൊടുക്കാനും ഇവരെ വീടുകളിൽ പോയി ഇവരെ പരിചരിക്കാനും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കൊറോണ എന്ന രോഗത്തിൻ്റെ ആ ഭീരത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പുതിയൊരു പരിത്യാഗം എടുത്തതാണ് ചാക്കോസ്റ്റർ എടുത്ത് ജീവിക്കുക എന്നുള്ളത്. ആ പരിത്യാഗം എടുത്തിട്ട് ഈ മക്കളെ ബലപ്പെടുത്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് കൊറോണ വന്നിട്ടില്ല. എൻ്റെ 2 ആശ്രമത്തിൽ ഒരു മക്കൾക്കും കൊറോണ വന്നിട്ടില്ല. ഇതിപ്പോൾ പരിത്യാഗത്തിൻ്റെ വേറൊരു യാത്രയാണിത്. കയറ്, പ്രാചിത്വം, പരിത്യാഗം, പ്രാർത്ഥന. ഇതാണ് ഈ 3 കെട്ടിൽ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടൊരു ആശയമായിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ പരിത്യാഗങ്ങളൊക്കെ എടുക്കും, പ്രാചിത്വമൊക്കെ എടുക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ മക്കളുടെ ജീവിതത്തിലും ദൈവം പ്രാചിത്വവും പരിത്യാഗവും പ്രാർത്ഥനയും കടത്തിവിടുന്ന അനുഭവങ്ങൾ കണ്ടുമുട്ടാൻ സാധിക്കും. എന്നും ഞാൻ രാത്രിയാകുമ്പോൾ ഞാൻ ഇന്നത്തെ ജീവിതത്തിൽ ഇപ്പം ഇന്ന് മക്കളെ കൊണ്ടുവരാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ് അല്ലേ. അതുപോലെ ചിലപ്പോൾ പല ഇൻസിഡൻസിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അതൊക്കെ നമ്മളാൽ കഴിയുന്നതിലപ്പുറത്ത് ദൈവം എടുത്ത് മാറ്റുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ, ഇപ്പോൾ തളർവാദികൾ ബെഡ് സോറായിട്ട് രോഗികൾ കിടക്കുന്നുണ്ടാവും. പലയിടത്തും വിളിക്കപ്പെടുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വളരെ ആവശ്യതയിലാണ് അവർ. പക്ഷേ അവരെ പരിചരിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവരിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിൽ നിന്നൊരു ഉണർച്ചയുണ്ട്. അവരുടെ അനാരോഗ്യത്തിൽ നിന്നുള്ളൊരു ഉണർവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ മരുന്നാണ്. അതാണ് ഈ പരിത്യാഗത്തിൻ്റെ ഈ യാത്രകളുടെ ഫലം. പ്രാചിത്വത്തോടെ, പരിത്യാഗത്തോടെ, പ്രാർത്ഥനയോടെ ഇന്ന് ഈ സമൂഹത്തിലേക്ക് ഈ മക്കളോട് കൂടിയുള്ളൊരു യാത്രയാണ് ഈ പുനർജീവൻ എന്ന എൻ്റെ ആത്മീയമായ യാത്ര. ഇതിന് ദൈവം ഒരുക്കുന്ന വേറിട്ട യാത്രകളുടെ ഒരു ഭാഗമാണ്. എല്ലാ എക്സിബിഷനിലും ഞാൻ അവർ കൊണ്ടുവരും. കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും, അതൊക്കെ കാണിക്കും. പലരും പറയുന്നു ഇവരുടെ ഈ ആത്മധൈര്യം, ഇവരുടെ ഈ പ്രാർത്ഥന ചൈതന്യം കാണുമ്പോൾ നമ്മുടെ ആരോഗ്യം ഉണ്ടായിട്ടും അനാരോഗ്യരാണെന്നുള്ള ജീവിതത്തിൽ നിന്ന് ഉണരാൻ ഇവർ വഴി സാധിക്കുന്നു എന്ന് പറയണേ. അതാണ് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പൊന്തിച്ച് കയറ്റിയാലും അപ്പം ഞാൻ ഒരാളുള്ളൂ അതെങ്ങനെ പറ്റാതെ വിചാരിച്ചു. പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു, കാണുന്നവരെല്ലാം ഒത്തുകൂടി. അപ്പം ഇതാണ് ശരിക്കും കരിസ്മാറ്റിക്. സമൂഹം ഒരുമിച്ച് ചേരുമ്പോഴാണ് കരിസ്മാറ്റിക് എന്തായി മാറുള്ളൂ, ആത്മീയ ചൈതന്യമായിട്ട് വരുള്ളൂ. പ്രാചിത്വം പരിത്യാഗവും പ്രാർത്ഥനയിലൂടെ എന്തായി മാറും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയുള്ളൂ. പരിശുദ്ധ അമ്മ ചോദിച്ചില്ലേ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അല്ലേ. ഈ സംഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും, അതിൻ്റെ ശക്തി നിന്നിൽ ആവശ്യിക്കും. നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധൻ. നമ്മളിൽ നിന്ന് യേശു ജനിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റെന്തൊക്കെയുള്ള അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെയും അത് പ്രാചിത്വത്തോടെ പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ കടന്നു വരും. നമുക്ക് പരിശുദ്ധ അമ്മയോട് കൂടി യാത്ര ചെയ്യാം. എല്ലാ ഈ ഇതിൻ്റെ വിഷനും എല്ലാവിധ പ്രാർത്ഥനയും ഞങ്ങളുടെ മക്കൾ, ഞങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളെങ്കിൽ പോലും ഇതെല്ലാം ഒരു പ്രാർത്ഥനയായിട്ട്. ഇപ്പോൾ ഡാനിയൽ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ വന്നിരുന്നു.
ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനായിട്ട് തന്നെ ഇവർ ഈ മക്കളിലൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഇവിടെ അറിയുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിരിക്കും 4 മണിക്കൂറും ആ സഹനം അനുഗ്രഹമായിട്ട്. മനോജച്ചൻ പറയാണ്, സഹനം എപ്പോഴും അനുഗ്രഹമായി കാണുവാൻ കഴിയുമ്പോഴാണ് ദൈവകൃപ ഉണ്ടാവുള്ളൂ. കാരണം അച്ഛൻ പാട്ട് എഴുതുന്നതൊക്കെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നിട്ടാണ്. തൻ്റെ ജീവിതത്തിൽ പല സഹനങ്ങളും ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് പങ്കുവയ്ക്കുമ്പോഴാണ് അച്ഛന് പാട്ടുകൾ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. അതാണ് പുനർജീവിതം.